ഹായ്, വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റാർ ബിൽഡേഴ്സ്. ഒരു വീടിൻ്റെ സ്ട്രെങ്ത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫൗണ്ടേഷൻ, കോൺക്രീറ്റ്, സ്റ്റീൽ എല്ലാം പ്രധാനമാണ്. പക്ഷേ എക്സിക്യൂഷൻ തെറ്റിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ലഭിക്കുകയില്ല. RCC സ്ലാബിൽ കാണുന്ന പ്രധാന പ്രശ്നങ്ങൾ: 1. ഗ്രൗട്ട് ലീക്കേജ്, ഹണികോം ഫോർമേഷൻ, സ്മൂത്ത് സർഫസ്, ഡീഷട്ടറിംഗ് സമയത്ത് കോൺക്രീറ്റ് ഡാമേജ്. ഇതിനെന്താണ് സൊല്യൂഷൻ? ഞങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണ ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് ഫോം ഷീറ്റ്. മേൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ഫോം ഷീറ്റ് ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ്. 2 mm തിക്നെസ്സിലുള്ള ഈ ഫോം ഷീറ്റാണ് RCC സ്ലാബിൽ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഫോം ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് സീൽ ചെയ്യുന്നതിനും സ്ലറി ലീക്കേജ് തടയാനും ബെറ്റർ പ്ലാസ്റ്ററിംഗ് ബോണ്ടിങ് ലഭിക്കുന്നതിനും കോൺക്രീറ്റ് ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും യൂസ്ഫുൾ ആയിരിക്കും. ഫോം ഷീറ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ഷട്ടറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം കമ്പി കെട്ടുന്നതിന് മുമ്പ് കോൺക്രീറ്റ് സർഫസിൽ ഫോം ഷീറ്റ് ഇതുപോലെ ഫിക്സ് ചെയ്യുന്നു. ഇതുപോലെ ഫോം ഷീറ്റുകൾ തമ്മിൽ ബ്രൗൺ ടേപ്പ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് ഷട്ടറിംഗ് ഷീറ്റുകളുടെ ജോയിൻ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നതിനും സർഫസ് റഫ് ഫിനിഷ് ലഭിക്കുന്നതിനും ഗ്രൗട്ട് ലീക്കേജ് കൺട്രോൾ ചെയ്യുന്നതിനും യൂസ്ഫുൾ ആയിരിക്കും. കോൺക്രീറ്റ് മിക്സിലെ സിമെന്റ് സ്ലറിയാണ് ബൈൻഡിങ് എലമെന്റ്. ജോയിന്റ് വഴി ഇത് പുറത്തേക്ക് ഒഴുകി പോയാൽ സ്ട്രെങ്ത് കുറയും. സ്ലാബ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് ഡീഷട്ടറിങ്ങിന് ശേഷം ഫോം ഷീറ്റ് ഇതുപോലെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഫോം ഷീറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫേസ് ആണ് നമുക്ക് ലഭിക്കുക. ഇത് പ്ലാസ്റ്ററിങ്ങിനെ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിനു വേണ്ടി ഹാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട്. ഫോം ഷീറ്റ് ഉപയോഗിക്കുന്നതിലൂടെ പ്ലാസ്റ്ററിങ്ങിന് അനുയോജ്യമായ ഒരു റഫ് ആയിട്ടുള്ള സർഫേസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഹാക്കിംഗ് നമുക്ക് ഒഴിവാക്കാം. ഫോം ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്ററിങ്ങിന് അനുയോജ്യമായ സർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിലൂടെ പ്ലാസ്റ്ററിങ് കൂടുതൽ ബോണ്ടിങ് ലഭിക്കുന്നതിനും പ്ലാസ്റ്ററിങ് അടർന്നു വീഴുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗ്രൗട്ട് ലീക്കേജ് ഒഴിവാക്കുകയും ഫ്യൂച്ചറിൽ ഒരു വാട്ടർ ലീക്കേജ് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതായിരിക്കും. RCC വർക്ക് ലൈഫ് ടൈം സ്ട്രക്ചറാണ്. ഷട്ടറിംഗ് സ്റ്റേജിൽ ശ്രദ്ധിച്ചാൽ ഫ്യൂച്ചർ മെയിൻ്റനൻസ് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.